ലോകാവസാനത്തോട് ഈ ലോകമടുക്കുമ്പോൾ മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന 2 ഗുണങ്ങൾ, ആ ഗുണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഒന്നേതാണെന്നറിയോ? വളരെ പ്രധാനപ്പെട്ടതാണ്. മയ്യത്തിനോടുള്ള കടമകൾ ഈ സമുദായം മറന്നുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മയ്യത്തിനോട് കടമയുണ്ട്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന മര്യാദ എന്താണ്? ഒരു വീട്ടിൽ ഒരു മരണം നടന്നു, അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മളൊരു ഇന്നാ ലില്ലാഹി പറയും. പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ആ മയ്യത്തിനെ ഒന്ന് കാണാൻ വേണ്ടി പോകും. രാഷ്ട്രീയക്കാരെ പോലെ പെട്ടെന്ന് തന്നെ മയ്യത്തിനെ കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകും. ഇപ്പൊ MA സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നെല്ലിക്കുന്ന് സാഹിബ് MLA, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, തിരക്കുള്ള മനുഷ്യനാണ്. ആ മയ്യത്തിനെ അവിടെ കണ്ടിട്ട് കുളിപ്പിക്കാനും പൊതിയാനും മയ്യത്തിനെ ചുമക്കാനും മയ്യത്ത് നിസ്കരിക്കാനും ചിലപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കഴിയണമെന്നില്ല. നമ്മളോടാണ്, സാധാരണക്കാരോടാണ് ഖുർആൻ പറയുന്നത്. ഒരു മയ്യത്തിനെ നീ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നീ പറയേണ്ടത് എന്താണ്? പഠിച്ചു വെച്ചോളി. 7 കടമകളാണ് ഒരു മയ്യത്തിനോടുള്ളത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഒരു മയ്യത്തിനോടുള്ള ഒന്നാമത്തെ കടമ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തൊന്നുകൂടി ഓതുകയാണ്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ പറയണേ സഹോദരാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫിഖ്ഹിന്റെ ഭാഷയിൽ ഇസ്തിർജാ നടത്തുക എന്നാണ് പറയുന്നത്. ഇന്നാ ലില്ലാഹി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരണം അറിഞ്ഞിട്ട് ഇന്നാ ലില്ലാഹി പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു വിടുന്നു പറഞ്ഞു തരികയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനൊരു മരണവാർത്ത അറിഞ്ഞിട്ട് ഇന്നാ ലില്ലാഹി പറഞ്ഞാൽ ആ മനുഷ്യന് വേണ്ടി 10 മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. ആ മനുഷ്യന് വേണ്ടി 10 മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, ഇനി മരണപ്പെടുന്നത് ഭാര്യയാണെങ്കിൽ, ഇനി മരണപ്പെടുന്നത് മക്കളാണെങ്കിൽ, ഇനി മരണപ്പെടുന്നത് കൂടപ്പറപ്പുകളാണെങ്കിൽ, കൂട്ടുകാരാണെങ്കിൽ, ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ടുപ്പാ. നമ്മുടെ ഭാര്യ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി വന്നാൽ, മലക്കുൽ മൗത്ത് നമ്മുടെ വീട്ടിലോട്ട് കടന്നു വന്നാൽ, ആ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് വഴിയില്ലോ. പടച്ചവനെ, ഇത് പറയുമ്പോൾ ഇന്ന് മലയാളക്കര ഒന്നടങ്കം കരഞ്ഞൊരു വാർത്തയുണ്ട്. ദുബൈ അബൂദാബി വഴിയിലൂടെ സഞ്ചരിച്ചു പോയ ഒരു കുടുംബത്തിലെ 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 4 ആൺമക്കളാണ് വിട പറഞ്ഞു പോയത്. ഇന്ന് കണ്ടില്ലേ സഹോദരാ, ലത്തീഫ് എന്ന് പറയുന്നൊരു പ്രിയപ്പെട്ട പിതാവ് ദുബൈയിൽ തന്റെ 4 ആൺമക്കൾക്ക് അവസാനമായിട്ട് ചുംബനം കൊടുത്തു. അവിടെ സെറ്റിൽഡ് ആയിരുന്നടോ, അവിടെ താമസിക്കുന്നവരായിരുന്നടോ. മക്കൾക്കൊരു എൻജോയ്മെന്റ് ആകട്ടെ എന്നോർത്തുകൊണ്ടോ തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഒരു യാത്ര പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് തന്റെ ഭാര്യയാണ് വാഹനം ഓടിച്ചത്. അല്ലാ, ചെറിയൊരു അശ്രദ്ധ പറ്റി. മക്കളെയൊന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അമിത വേഗത്തിലായതുകൊണ്ട് വാഹനം ആക്സിഡന്റിൽ പെട്ടു. വാഹനം ഇടിച്ചു മറിഞ്ഞു. 4 ആൺമക്കളെ അല്ലാഹു തിരിച്ചു വിളിച്ചു. ലത്തീഫ് എന്ന് പറയുന്ന സഹോദരന്റെ കൈകാലുകൾ ഒടിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിലാണ്. ഇളയ പെൺകുട്ടി ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് ദുബൈയിൽ എത്രയോ മുസ്ലിമീങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. ആ ജനാസ നിസ്കരിക്കാൻ എത്രയോ മക്കളാണ് ഒരുമിച്ച് കൂടിയത്. എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഉസ്താദേ,
കണ്ടവരാരും കരയാതെ പോയില്ല ഉസ്താദ്. അങ്ങോട്ട് കടന്നു വന്ന ഒരാളും കരയാതെ പോയില്ലോ. അല്ലാഹ്, ആ പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും ആ കുഞ്ഞുമക്കളുടെ സഹോദരിക്കും മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ നിന്റെ സ്വർഗത്തിൽ കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇതുപോലെ മരണം ഏത് സമയത്തും കടന്നു വരാം സഹോദരോ. മക്കളും മരണപ്പെട്ടെന്ന് വരാം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. മഹാനായ സയ്യിദുനാ അബൂ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറ തങ്ങളുടെ അരികിലോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ അബാ ഹുറൈറ, എത്രയോ ഹദീസുകൾ അങ്ങ് നിവേദനം ചെയ്തിട്ടുണ്ട്, എത്രയോ ഹദീസുകൾ അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5250 പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ ഹദീസ് റിപ്പോർട്ടറാണ് സയ്യിദുനാ അബൂ ഹുറൈറ. അബൂ ഹുറൈറ തങ്ങളുടെ അരികിലോട്ട് കടന്നു വന്നു അബൂ ഹസ്സാൻ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, അല്ല തങ്ങളെ, എന്റെ 2 ആൺമക്കളാണ് മരണപ്പെട്ടു പോയത്. എന്റെ 2 ആൺമക്കളാണ് മരണപ്പെട്ടു പോയത്. ഈ സദസ്സിലും മക്കള് മരിച്ചവരുണ്ടെങ്കിൽ കേട്ടോ, കുടുംബത്തിലും മക്കള് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുത്തോ. അബൂ ഹസ്സാൻ തങ്ങളവിടുന്ന് പരാതി പറയുമ്പോൾ എന്നിട്ട് ചോദിക്കുകയാ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും മരിച്ചതിന് ശേഷം വല്ലാത്ത സങ്കടത്തിലാ. ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഹദീസ് ഞങ്ങളോട് പറഞ്ഞു തരുമോ? മഹാനായ അബൂ ഹസ്സാൻ തങ്ങളോട് അബൂ ഹുറൈറ തങ്ങളവിടുന്ന് ഒരൽപ്പ മൗനത്തിന് ശേഷം പറയുകയാണ്. ഒരൽപ്പ നേരത്തെ മൗനത്തിന് ശേഷം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ദഅമീസു ഫിൽ ജന്ന സിഗാറുഹും ദഅമീസുൽ ജന്ന. എന്തിനാണ് അബൂ ഹസ്സാൻ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ ബേജാറാകുന്നത്? സ്വർഗത്തിലൂടെ നിങ്ങളുടെ മക്കള് പാറിക്കളിക്കുകയോ? മഹാനായ ഇബ്രാഹിം നബിയോടൊപ്പം അവർ ഉലാത്തുകയാണ്, സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുകയോ? നാളെ നിങ്ങൾ പരലോകത്തോട്ട് കടന്നു ചെല്ലുമ്പോ മക്കള് മരണപ്പെട്ടു പോയ വാപ്പാ, പിഞ്ചു മക്കള് മരിച്ചുപോയ ഉമ്മ, നാളെ നിങ്ങൾ പരലോകത്തോട്ട് കടന്നു പോകുമ്പോൾ, അതാ മഹ്ശറ വൻസഭയിലോട്ട് നിങ്ങൾ വന്നു നിൽക്കുമ്പോൾ, അല്ലാഹു ഹിസാബ് ആരംഭിക്കുന്നതിന് മുമ്പ്, വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മക്കളോട് പറയുകയോ, ഉദ്ഖുലൂ അൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലോട്ട് പോയിക്കോ, നിങ്ങൾക്ക് ഹിസാബില്ല, സ്വർഗത്തിലോട്ട് പോയിക്കോ. ആ മക്കൾ ആ സമയത്ത് അവിടെ നിന്ന് പറയുമെന്നാണ്, പടച്ചവനെ, നിന്റെ ഓശാരമായിട്ട് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട, നിന്റെ ഔദാര്യമായിട്ട് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട. ഞങ്ങളെപ്പോലത്തെ ചെറിയ കുട്ടികള് അവര് മാതാപിതാക്കളുടെ സ്നേഹം ആസ്വദിച്ചും അനുഭവിച്ചും ദുനിയാവിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഖബറിലായിരുന്നു. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ. ഓരോ കുഞ്ഞുമക്കളും അല്ലാഹുവിനോട് പറയുമെന്നാണ്. അല്ലാഹു സമ്മതിക്കുകയാണ്, അല്ലാഹ് സമ്മതിക്കുകയാണ്. ആ മക്കൾ അവരുടെ മാതാപിതാക്കളുടെ അരികിലോട്ട് കടന്നു പോകും, രണ്ടുപേരുടെയും കൈപിടിക്കും, ഉപ്പാടെയും ഉമ്മാടെയും കൈപിടിക്കും. എന്നിട്ട് യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബുമില്ലാതെ, ഒരു വിചാരണയുമില്ലാതെ ആ മാതാപിതാ
മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലോട്ട് ആ മക്കള് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല സഹോദരാ, ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞു മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു മകനോ മകളോ മരിച്ചു പോയാൽ അല്ലാഹു ചോദിക്കുന്നു, മലക്കുൽ മൗത്ത്, നിങ്ങളാ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചപ്പോൾ, നിങ്ങളാ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചപ്പോൾ മാതാപിതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു? അസ്റായീൽ സ്വന്തം മകന്റെ ജനാസ കാണുമ്പോ, സ്വന്തം മകളുടെ ജനാസ കാണുമ്പോ ആ മാതാപിതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അസ്റായീൽ പറയുന്നു, നെഞ്ചു പൊട്ടിയിട്ടാണ് അവരവിടെ നിലകൊണ്ടത്, നെഞ്ചു പൊട്ടിയിട്ടാണ് അവരവിടെ നിലകൊണ്ടത്. കരച്ചിലായിരുന്നു റബ്ബേ, സങ്കടത്തിലായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവര് പറഞ്ഞിരുന്നു. ഈ സമയത്ത് അല്ലാഹു മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, അവര് ശമിച്ചോ അസ്റായീലേ? സ്വന്തം മകന്റെയും മകളുടെയും മരണം കണ്ടിട്ടവര് സഹിച്ചോ? അവര് ശമിച്ചോ? ശമിച്ചെന്ന് അസ്റായീൽ മറുപടി പറയുമ്പോൾ അല്ലാഹു പറയുകയാ, ആ മാതാപിതാക്കൾക്ക് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്വർഗം നിങ്ങൾ കാണിച്ചു കൊടുക്കണേ, നിങ്ങൾ പണിതു കൊടുക്കണേ എന്ന് അല്ലാഹു മലക്കുൽ മൗത്തിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൊച്ചുമക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മക്കള് മരിച്ചുപോയി, അതിന്റെ പേരിൽ ക്ഷമിച്ചു, സഹിച്ചു. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നോർത്ത് സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് വിനയാന്വിതനായിട്ട് തൗബ ചെയ്താൽ, നീ എനിക്ക് പരീക്ഷണം തന്നു, സഹിക്കാനാകാത്തതാണ്, ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ്, എന്നാലും റബ്ബേ നിന്റെ അലംഘനീയമായ വിധി അംഗീകരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു വാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു സ്വർഗീയ കൊട്ടാരം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ഒരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി